ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഹൈലൈറ്റ് ഇതിലുണ്ട്, എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പുള്ളി ഇത്രയും ബിൽഡപ്പായിട്ട് സൗബിനെ അടിപൊളിയായിട്ട് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് വെറുതെ ഒരു ജാസി കൊണ്ടുവന്ന് കുടിയെടുത്ത് അതിലങ്ങ് മൂടിക്കളഞ്ഞ ആ ഒരു ബിൽഡപ്പും കൂടെ ഇല്ലാതായി കളഞ്ഞ. ഞാൻ എന്തെന്ന് പറയട്ടെ, അതാണ് ഉച്ചമ്മു ഉഷ്ണ ശാന്തി കൃഷ്ണ മൂന്തി കൃഷ്ണ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ വേറെ കുറച്ച് ഫൈറ്റ് സീനൊക്കെ കുറച്ച് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് പടം ഒരു ബൂസ്റ്റപ്പ് ആയത് അനിരുദ്ധിൻ്റെ BGM എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് എന്തായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രജനീകാന്തിൻ്റെ പഴയ സ്റ്റൈലിൽ ബീഡി എത്തിക്കുന്ന ഭാഷ സിനിമയിലെ കുറച്ച് സീക്വൻസ് ഒക്കെ അതിലുണ്ട്. അതിനെ നമ്മൾ എന്നാലും പിടിച്ചിരുത്താൻ, പക്ഷെ പഴയതുപോലെ ഒത്തില്ല. പിന്നെ നമ്മുടെ വിനായകനായിരുന്നുവെങ്കിൽ വിനായകനോ ജയിലറില് എന്നാ സാറേ ആ ഡയലോഗ് വന്നിട്ട് ചിന്ന വയസ്സിൽ എനക്കൊരു ആശ എന്ന വെരി ആശ. സിനിമ ആവറേജ് ആണ്, അങ്ങനെ മോശമെന്ന് പറയാനൊന്നും പറ്റിയില്ല. പക്ഷെ ആ വിക്രത്തിന്റെ ആ ലെവൽ ആ ഹൈപ്പ് ഇതൊന്നും കിട്ടിയില്ല. ഇല്ല, ഹൈപ്പിനുള്ള എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ നമ്മൾ വിക്രം കാണുമ്പോൾ ഒരു ഹൈ മൊമെന്റ്സ് ഒന്നും ഇതിൽ കിട്ടിയില്ല. എന്താണ് ഞാൻ പറയണ ബ്രോ, അത് കണ്ടു നോക്കും. മേക്കിംഗ് ആയാലും ആസ് യൂഷ്വൽ ലോകേഷ് കനകരാജിന്റെ പടം തന്നെയാണ്. പടം എന്താ പറയാ, ഓക്കെ മൂവി ആദ്യമേ പറഞ്ഞല്ലോ ഇത് സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. അപ്പോൾ നിങ്ങൾ മറ്റേ കണക്ട് ചെയ്യുന്ന കാര്യം വെച്ച് പടം കണ്ടു കഴിഞ്ഞാൽ ഒന്നും ആവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ രജനീകാന്തിന് വേണ്ടി ചെയ്തൊരു പടമല്ല. നിങ്ങൾ ജയിലറിൻ്റെ ആ ഒരു മാസ് പ്രതീക്ഷിച്ച് വരികയാണെങ്കിൽ അത് കിട്ടുന്നില്ല. ഫുൾ പറയാൻ പറ്റില്ല, ഏറെക്കുറെ ഉണ്ടായിരുന്നു. അല്ലാതെ പടം മൊത്തത്തിൽ വളരെയധികം നോർമൽ. ഈ ഒരു ലോകേഷ് കനകരാജ് പടം ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാധാരണ ലോക്കി പടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ആ സോളിഡ് സ്ക്രീൻ പ്ലേ. ഇവിടെ സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആണ്. കാരണം പ്ലോട്ട് കംപ്ലീറ്റ് ആയിട്ട് മിസ്സാക്കിയിട്ടുണ്ട്. ലോക്കിയുടെ പടത്തിന് കയറിയിട്ട് നമ്മൾ തിയേറ്ററിൽ ലോക്കായിരുന്നു ഉറങ്ങുന്ന അവസ്ഥയാണ്. നല്ല ലാഗ്, ഭയങ്കരമായ ലാഗ് ഫീൽ ചെയ്യണം മൊത്തത്തിൽ. ഇതുകൊണ്ട് LC ഒന്നും കണക്ഷൻ ഒന്നും ഇല്ല. അമീർ ഖാനൊക്കെ ചുമ്മാ വെറുതെ ഗുണ്ടായിട്ട് വെറുതെ പാൻ ഇന്ത്യൻ ആക്കാൻ വേണ്ടി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ള രീതിയിലാണ് അമീർ ഖാനൊക്കെ വരുന്നത്. അമീർ ഖാനിൻ്റെ ഉപേന്ദ്രയൊക്കെ ചുമ്മാ, അതായത് പല സ്റ്റേറ്റുകളും ഒന്ന് ഓടാൻ വേണ്ടിയിട്ട് പാൻ ഇന്ത്യൻ ആക്കാൻ ചെയ്തേക്കുന്ന പോലെ അത് നമുക്ക് മനസ്സിലാവും. അല്ലാതെ അതിൽ വേറെ ഒരു പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റ് ഇല്ല. മ്യൂസിക് കൊള്ളാം, പാട്ടൊക്കെ നല്ല, അത് ഓൾറെഡി പാട്ട് ഹിറ്റ് ആയതല്ലോ. പാട്ടെല്ലാം നല്ലതാണ്, അനിരുദ്ധിൻ്റെ മ്യൂസിക് നല്ലതാണ്. പക്ഷേ അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ ഒരു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത ഒരു ഡ്രോബാക്ക്, ഈ മ്യൂസിക് ഒരുപാടെടുത്ത് റിപ്പീറ്റ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ മ്യൂസിക് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഫീല് വരുന്നുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാം കൊള്ളാം. ഈ പടത്തിൽ ഏറ്റവും സൂപ്പറായി ചെയ്തേക്കുന്ന സൗബിനാണ്. ത്രൂ ഔട്ട് റോളാണ്, അടിപൊളി റോളാണ്. സൗബിൻ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിൻ്റെ റോള് നല്ലതാണ്. സൗബിൻ്റെ വൈഫായിട്ട് ഒരു പുള്ളിക്കാരി റോൾ ചെയ്യുന്ന അത് പുള്ളിക്കാരി നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ വലിയ ഇമ്പാക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് ഭയങ്കര ട്വിസ്റ്റോ ഒന്നുമില്ല. ഭയങ്കര നോർമൽ എന്ന് വെച്ചാൽ ലോകേഷ് കനകരാജ് പടമൊന്നും തോന്നില്ല. ആ ഒരു അവസ്ഥയാണ്. വന്ന് കാണാം, ജസ്റ്റ് പറയാൻ പറ്റില്ല. ജയിലറിൻ്റെ അത്രയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അത് മിക്കവർക്കും അത് തന്നെയാണ് അഭിപ്രായം. ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല. നമ്മളൊരു രജനീകാന്ത് പടം എന്ന് വരുമ്പം പുള്ളീനെ കാണാനാണ് വരുന്നത്. പക്ഷെ അത്രയ്ക്ക് ഇപ്പോൾ ലിയോ ആ ഒരു മാസം ഉണ്ടല്ലോ, ഒരു ഹീറോയ്ക്ക് കൊടുക്കുന്ന മൈറ്റ് ബി ഒരു മൾട്ടിപ്പിൾ ഹീറോ കാസ്റ്റ് ഉള്ളത് കൊണ്ടാണോ എന്നും അറിയില്ല, പുള്ളിക്ക് മാത്രമുള്ളൊരു ലൈം ലൈറ്റ് കിട്ടിയിട്ടില്ല. ആസ് എ ഹോൾ മൂവി ഈസ് ഗുഡ്. ഒരു പുള്ളി പറഞ്ഞ പോലെ ഒരു ഗാങ്സ്റ്റർ മൂവി തന്നെയാണ്. പക്ഷെ A സർട്ടിഫൈഡ് മൂവിയാണ്. ഫൈറ്റ്സ് എല്ലാം ഉണ്ട്, എല്ലാം ഓക്കെ. പക്ഷെ നമ്മളിപ്പം ഒരു മൂവി വരുമ്പോഴേ എത്രയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ഡയറക്ടറിൻ്റെ ആയാലും നമ്മൾ പാസ്റ്റ് വെച്ചിട്ട് നമ്മൾ വരത്തുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ദിസ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. പക്ഷെ ഒരു ടിപ്പിക്കൽ കമേഴ്ഷ്യൽ മൂവി എന്നുള്ള രീതിയിൽ കണ്ടിരിക്കുക. ഐ എം നോട്ട് സെയിങ് ദ മൂവി ഈസ് ബാഡ്. പക്ഷെ നമ്മൾ വിചാരിക്കുമല്ലോ ഒരു സ്റ്റാർ കാസ്റ്റ്, ഇത്രയും സ്റ്റാർ കാസ്റ്റ് വരുമ്പോൾ നമ്മളതിൽ ഓട്ടോമാറ്റിക്കലി വരുന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ആർ എക്സ്പെക്ടിങ്, ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ കം. ആ ഒരു സംഭവം ഇതിലില്ല. പക്ഷേ ഒരു രജനീകാന്ത് ഫാനായിട്ടോ ലോകേഷിൻ്റെ ഒരു മൂവി ആയിട്ടോ നിങ്ങൾക്ക് ഈ പടം പോയി കാണുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ആസ് എ ഫാൻ ദിസ് ഇസ് നോട്ട് വാട്ട് വി തോട്ട്. അതാ പറഞ്ഞു, ഈ പാൻ ഇന്ത്യൻ സ്റ്റാർസിനെ കൊണ്ടുവന്നപ്പം ആ ഒരു ഹീറോയിക് പ്ലോട്ട് വന്നിട്ട് മൊത്തത്തോടെ സ്പ്ലിറ്റ് ആയിപ്പോയി. വി കാൻ സേ ദാറ്റ് ദിസ് ഇസ് എ രജനി മൂവി.
ത്രൂ ഔട്ട് ആള് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഉണ്ടെങ്കിലും ബാക്കി അങ്ങ് സ്പ്ലിറ്റ് ആയിപ്പോയി. പക്ഷെ പുള്ളി തന്നെയാണ് ഹീസ് ദ പേഴ്സൺ ഹു ഈസ് റൂളിംഗ് ദ ഷോ. ബട്ട് സ്റ്റിൽ നമ്മൾ ജയിലർ ഫോർ എക്സാമ്പിൾ ഐ വുഡ് സേ അതിൽ എന്ന് വെച്ചാൽ പുള്ളി അങ്ങാണ് ഫുള്ള് ത്രൂ ഔട്ട് പുള്ളിയാണ്. പക്ഷേ ഇതിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ശ്രുതി ഹാസൻ ഹാവ് ടു സേ പുള്ളിക്കാരി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കമ്പയർ ടു ഹെർ ലാസ്റ്റ് മൂവീസ് ആൻഡ് ഓൾ ഷീ ഹാവ് ഇംപ്രൂവ്ഡ് അ ലോട്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ അത് ഇതിൽ കുറച്ച് പാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിൽ AI ആയിരിക്കും മൈറ്റ് ബി. പക്ഷെ അതൊക്കെ നന്നായിട്ട് ആ ഒരു ഫേസിലൊക്കെ ആണെങ്കിൽ നന്നായിട്ടുണ്ട്. ആൻഡ് എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അധികം പറയാനൊന്നും എനിക്ക് അറിയത്തില്ല. മ്യൂസിക് ഞാൻ പറഞ്ഞില്ലേ BGM അനിരുദ്ധിൻ്റെ മുന്നത്തെ മൂവീസൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് വന്നിട്ട് എനിക്ക് പേഴ്സണലി അത്രയ്ക്കൊരു ഇത് തോന്നിയില്ല. ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയത് സിനിമ. കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ഫ്രഷ്നെസ് ഒന്നും പറയാനില്ല. നമുക്ക് അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് ഒരു രജനീസം ആ ഒരു 100% രീതിയിൽ വന്നിട്ടില്ല. കാരണം പുള്ളി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് ഇത്ര ഏജ് ഫാക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നെൽസൺ അക്കാര്യത്തിൽ നല്ല രീതിയിൽ വിജയിച്ചായിരുന്നു ജയിലുള്ള. പക്ഷെ അത്രയ്ക്കൊന്നും വന്നിട്ടില്ല ഈ ഒരു സിനിമയിൽ. മ്യൂസിക്കും ഓൾറെഡി ഹിറ്റായ പാട്ടുകളും കാര്യങ്ങളും ഓക്കെ. പക്ഷേ ഒരു 100% ആ ഒരു എലവേറ്റ് ചെയ്യാനായിട്ട് സീൻ എലവേറ്റ് ചെയ്യാനായിട്ടും മ്യൂസിക്കിനും വലുതായിട്ടൊന്നും സാധിക്കുന്നില്ല. പിന്നെ ആകെപ്പാടെ എനിക്കൊരു എന്താ പറയുക ഒരു ഇഷ്ടപ്പെട്ട ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപേന്ദ്രയും അമീർ ഖാൻ അവരുടെയൊക്കെ പോർഷൻസ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് ആ ഒരു സിനിമയിൽ കുറച്ചൊരു ലിഫ്റ്റ് കൊടുക്കാൻ അവരുടെയൊക്കെ ഒരു എൻട്രിക്ക് സാധിക്കുന്നുണ്ട്. സൗബിനും തുടക്കം മുതൽ നമ്മുടെ ജയിലറിൽ വിനായകൻ എങ്ങനെയാണോ അത് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അതേപോലത്തെ റോളെന്നല്ല ഉദ്ദേശിച്ചത്. അത്രത്തോളം സ്ക്രീൻ സ്പേസും കാര്യങ്ങളും സൗബിന് വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് പിന്നെ ചില മലയാള സിനിമകൾ അദ്ദേഹത്തിന് കുറേ വിമർശനങ്ങൾ നേരിട്ടുണ്ട്. അങ്ങനെ ചില എക്സ്പ്രഷൻസ് ഒക്കെ അത് ഈ സിനിമയ്ക്കകത്ത് കുറേ അടുത്ത് കയറി വരുന്നുണ്ട്. ഇനി അത് സംവിധായകൻ എന്തായാലും ഓക്കെ ആയിരിക്കും അത് കാര്യം കൊണ്ടാണ്. നമ്മൾ റെപ്പറ്റേറ്റീവായിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ തോന്നിയതാണ്. അത്രയേ ഉള്ളൂ. പിന്നെ ആകമൊത്തം ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിലോ ആവറേജ് പടം. നല്ല ലാഗുണ്ട്. കണ്ടിരിക്കാൻ ഇത്തിരി മനക്കട്ടി ഉണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഇതായിട്ട് പറയാനൊന്നുമില്ല. ഒരു ബിലോ ആവറേജ് പടം. തമിഴ്നാട്ടിൽ പക്ഷേ പടം കത്തും. തമിഴ്നാട്ടിൽ കുടുംബങ്ങൾ കൊണ്ടാടും തിരുവിഴ ഈ പടം തമിഴ്നാട്ടിൽ.